ഇന്ന് നമ്മളൊരു പ്രാക്ടിക്കൽ സെക്ഷനിലോട്ടാണ് പോകുന്നത്. പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കളർ തിയറിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ വീലും അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രിൻ്റുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആസ് എ ഡിസൈനർ കളർ തിയറിയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കളർ തിയറിയെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കിയും അതുപോലെ തന്നെ കളർ വീൽ എങ്ങനെ ചെയ്യാം, കളറിൻ്റെ മിക്സിങ്ങും കാര്യങ്ങൾക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിയ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. കളർ വീൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളർ സെക്ടറിൻ്റെ ഒരു സർക്കിളിനെയാണ് നമ്മൾ കളർ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ കളർ വീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ടും ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഒക്കെയാണ് കളർ വീൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കളർ വീലിൽ ഒരു സൈഡ് വാം കളറും മറ്റു സൈഡ് കൂൾ കളേഴ്സുമാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ കളർ വീലിൽ മെയിനായിട്ടും 3 രീതിയിലുള്ള കളേഴ്സാണ് വരുന്നത്. പ്രൈമറി കളർ, സെക്കൻഡറി കളർ, ടേർഷ്യറി കളർ. അപ്പോൾ ഈ പ്രൈമറി കളറിനെ കുറിച്ചിട്ടും സെക്കൻഡറി കളറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ടേർഷ്യറി കളറിനെ കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രൈമറി കളർ. പ്രൈമറി കളർ എന്ന് പറയുന്നത് ഒറിജിനൽ കളറാണ്. അതായത് നമുക്ക് ഈ ഒരു പ്രൈമറി കളർ മറ്റുള്ള കളേഴ്സ് ഒന്നും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനും കഴിയും. അങ്ങനെ ഒറിജിനൽ കളേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കളർ എന്ന് പറയുന്നത്. പ്രൈമറി കളേഴ്സിൽ മെയിനായിട്ടും 3 കളേഴ്സാണ് വരുന്നത്: റെഡ്, യെല്ലോ, ബ്ലൂ. ഈ ഒരു കളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ പ്രൈമറി കളർ എന്ന് പറയുന്നത്. സെക്കൻഡറി കളേഴ്സും ടേർഷ്യറി കളേഴ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി കളേഴ്സ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ് ഓരോ ഇമോഷൻസിനെയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ റെഡ് കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ എനർജിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ചേർഫുൾനെസ്സിനെയാണ് കാണിക്കുന്നത്. ബ്ലൂ കളർ ആണെന്നുണ്ടെങ്കിൽ കാംനെസ്സിനെയും. അപ്പോൾ ഈ ഒരു 3 ഇമോഷൻസിനെയാണ് ഈ ഒരു പ്രൈമറി കളർ കാണിക്കുന്നത്. നെക്സ്റ്റ് കളർ ഗ്രൂപ്പാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുമ്പം 2 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് സെക്കൻഡറി കളർ. അതായത് നമ്മൾ ഇക്വൽ പ്രൊപ്പോർഷനിലാണ് അവിടെ കളേഴ്സ് മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പം റെഡ് പ്ലസ് യെല്ലോ നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഓറഞ്ച് കിട്ടും. അതുപോലെ തന്നെ റെഡ് പ്ലസ് ബ്ലൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കളറായിരിക്കും കിട്ടുന്നത്. അതുപോലെ നമ്മൾ ബ്ലൂ പ്ലസ് യെല്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളറായിരിക്കും അവിടെ കിട്ടുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ടേർഷ്യറി കളറാണ്. ടേർഷ്യറി കളർ നമുക്ക് ഒരു സെക്കൻഡറി കളറും ഒരു പ്രൈമറി കളറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടേർഷ്യറി കളർ എന്ന് പറയുന്നത്. ഈ ഒരു കളേഴ്സിൻ്റെ പേര് നമ്മൾ ഒരു പ്രൈമറി കളറും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കളറിൻ്റെ പേരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ റെഡ് ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടേർഷ്യറി കളറിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി കളർ പറഞ്ഞതുപോലെ ഈക്വൽ ആയിട്ടല്ല ഇവിടെ മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 75% പ്രൈമറി കളേഴ്സും 25% സെക്കൻഡറി കളേഴ്സുമാണ് മിക്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ 75% റെഡ് കളറും 25% ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റെഡ് ഓറഞ്ചാണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ 75% യെല്ലോ കളറും 25% ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ഓറഞ്ചാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ 75% ബ്ലൂ കളറും 25% ഗ്രീൻ കളറും നമ്മൾ മിക്സ് ചെയ്യുമ്പം ബ്ലൂ ഗ്രീനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ 75% യെല്ലോ കളറും 25% ഗ്രീൻ കളറും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ ഗ്രീനാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 75% ബ്ലൂ കളറും 25% വയലറ്റ് അല്ലെങ്കിൽ നമ്മൾ പേർപ്പിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ബ്ലൂ വയലറ്റാണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ 75% റെഡ് കളറും 25% വയലറ്റ് കളറും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് വയലറ്റാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കളർ വീൽ ചെയ്യുമ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ.
അപ്പോൾ ഞാൻ കളർ വീൽ ചെയ്യുമ്പം എൻ്റെ കൂടെ നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളർ മിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒരു കളർ വീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലും ഈ ഒരു കളർ വീൽ വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഓരോ കളേഴ്സിൻ്റെയും കാര്യങ്ങൾ, ഏത് കളറാണ് മാച്ചിങ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു കളർ വീൽ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം എൻ്റെ കൂടെ കളർ വീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ കളർ വീൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കളർ വീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഡ്രോയിങ് ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 130 GSM വരുന്ന ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 130 GSM എന്ന് പറയുമ്പം അത്യാവശ്യം പേപ്പർ തിക്നെസ് വരുന്ന ഡ്രോയിങ് ബുക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രോയിങ് ബുക്കിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും ഈ ഒരു GSM കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ 130 GSM എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം തിക്നെസ് വരുന്ന ഡ്രോയിങ് ബുക്ക്സ് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ A4 ഷീറ്റിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ കളറായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാമൽ ആർട്ടിസ്റ്റിൻ്റെ വാട്ടർ കളറാണ്. ട്യൂബിൽ വരുന്ന വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കളർ പാലറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രഷും പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴയ ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പെൻസിലും ഒരു സ്കെയിലും. ഇത്രയാണ് നമുക്ക് കളർ വീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൽ ആപ്റ്റായിട്ടുള്ള ഒരു സർക്കിൾ വരച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു സർക്കിളിനെ നമുക്ക് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സർക്കിളിനെ ഇവിടെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രൈമറി കളറായിട്ടുള്ള റെഡ് കളർ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനതൊരു പാലറ്റിലോട്ട് മാറ്റുന്നുണ്ട്. കുറച്ച് മാത്രം എടുത്താൽ മതി. വളരെ കുറച്ച് മാത്രം ഒരു പാലറ്റിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം വാട്ടർ, അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പാലറ്റ് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ മിക്സിങ്ങും കാര്യങ്ങളും ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാനങ്ങനെ കളർ നമ്മുടെ പാലറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രഷ് എടുത്തിട്ട് വളരെ കുറച്ച് മാത്രം വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആ ഒരു കളറ്. അപ്പോൾ നമ്മുടെ കളർ ഞാനിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്കിളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർഷനിൽ ഫസ്റ്റ് കളർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുറത്തേക്ക് ആവാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് മറ്റുള്ള ഭാഗത്തൊക്കെ മറ്റുള്ള കളേഴ്സ്, ടെർഷ്യറി കളേഴ്സും അതുപോലെ സെക്കൻഡറി കളേഴ്സൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ പുറത്തേക്ക് ആവാണ്ട്, മാക്സിമം പുറത്താവാണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ റെഡ് കളർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബ്രഷ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അടുത്ത പ്രൈമറി കളറായിട്ടുള്ള യെല്ലോ നമുക്ക് എടുക്കാം. അപ്പോൾ യെല്ലോ ഞാനിവിടെ ഗാംബോജ് യെല്ലോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലെമൺ യെല്ലോയും ഈ ഒരു കളേഴ്സിൻ്റെ കൂടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ലെമൺ യെല്ലോ എടുക്കാണ്ടിരിക്കുക, ഈ ഒരു യെല്ലോ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനതും നമ്മുടെ പാലറ്റിൻ്റെ ഒരു സൈഡിലോട്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡ് കളർ ചെയ്തതുപോലെ തന്നെ ബ്രഷിൽ വളരെ കുറച്ച് മാത്രം വാട്ടർ എടുത്തതിന് ശേഷം ഈ ഒരു യെല്ലോ കളർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ യെല്ലോ കളർ നമ്മളിവിടെ വാട്ടറൊക്കെ മിക്സ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു യെല്ലോ കളർ നമ്മുടെ പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് പോർഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ, അത് കഴിഞ്ഞിട്ട് 3 പോർഷൻസ് കഴിഞ്ഞതിന് ശേഷം ഉള്ള കുളത്തിലാണ് നമ്മൾ
ഈ ഒരു യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള ആ ഒരു 3 കോളത്തിൽ നമുക്ക് ഒരു കോളത്തിൽ സെക്കൻഡറി കളറും മറ്റുള്ള 2 കോളത്തിൽ ടെർഷറി കളറുമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ റെഡ് കളർ കഴിഞ്ഞതിന് ശേഷം 3 കോളം കഴിഞ്ഞതിന് ശേഷമുള്ള കോളത്തിലാണ് ഞാൻ ഈ ഒരു യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കളർ ചെയ്തതുപോലെ തന്നെ വളരെ പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു കോളത്തിന് പുറത്ത് പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അപ്പുറവും ഇപ്പുറമൊക്കെ ടെർഷറി കളർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യെല്ലോ കളർ ആ പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കളർ ആകെ കൂടെ ഷെയ്ഡ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കാവാണ്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രൈമറി കളറായിട്ടുള്ള ബ്ലൂ കളർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊബാൾട്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പാലറ്റിലോട്ട് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കുറേ വേസ്റ്റ് ആയി പോകും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മറ്റേ കളേഴ്സൊക്കെ ചെയ്തതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം വാട്ടർ ബ്രഷിലെടുത്തതിന് ശേഷം ഈ കളറൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഇവിടെ വാട്ടർ മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളർ അപ്ലൈ ചെയ്തല്ലോ. റെഡ് കളർ കഴിഞ്ഞതിന് ശേഷം 3 പോർഷൻസ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ യെല്ലോ കളർ അപ്ലൈ ചെയ്ത്. അതുപോലെ തന്നെ യെല്ലോ കളർ കഴിഞ്ഞതിന് ശേഷം 3 പോർഷൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം പുറത്തേക്കാവാണ്ട് പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബ്ലൂ കളറും ഇവിടെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രൈമറി കളേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡറി കളേഴ്സ് ചെയ്യാം. അപ്പോൾ സെക്കൻഡറി കളേഴ്സ് ചെയ്യാനും നമ്മൾ ഈ ഒരു 3 കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് സെക്കൻഡറി കളേഴ്സും ടെർഷറി കളേഴ്സും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡറി കളേഴ്സ് ഫസ്റ്റ് സെക്കൻഡറി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡും അതുപോലെ തന്നെ യെല്ലോയും മിക്സ് ചെയ്തിട്ട് ഈക്വൽ പ്രൊപ്പോർഷനിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പം നമുക്കവിടെ ഓറഞ്ച് കളറാണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡറി കളറായിട്ടുള്ള ഓറഞ്ച് കളർ എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ റെഡും പ്രൈമറി കളറായിട്ടുള്ള റെഡും യെല്ലോയും കൂടെ ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓറഞ്ച് കളർ കിട്ടും. നമ്മുടെ കളറ് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വാട്ടർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പം നമ്മൾ റെഡിൻ്റെയും യെല്ലോൻ്റെയും കൂടെ മിഡിലിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തപ്പോഴാണല്ലോ നമുക്ക് ഓറഞ്ച് കളർ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെഡിൻ്റെയും യെല്ലോൻ്റെയും കൂടെ മിഡിൽ പോർഷനിലാണ് നമ്മൾ ഈ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓറഞ്ച് കളർ കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡറി കളർ ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി നെക്സ്റ്റ് റെഡ് കളറ് നമ്മുടെ ബ്ലൂയിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് റെഡ് പ്ലസ് ബ്ലൂ ചെയ്യുമ്പം നമുക്ക് വയലറ്റ് അല്ലെങ്കിൽ നമ്മൾ പേർപ്പിൾ എന്നൊക്കെ പറയുന്ന കളറാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാലറ്റിൻ്റെ ഒരു സൈഡിലോട്ട് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം വാട്ടർ ബ്രഷിൽ തന്നെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ പേർപ്പിൾ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ ഷെയ്ഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് പൊസിഷനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ റെഡും ബ്ലൂവും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും മിഡിൽ പോർഷനിലാണ് നമ്മൾ ഈ ഒരു വയലറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ
പുറത്തേക്കാവാണ്ട് മാക്സിമം ശ്രദ്ധിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാലറ്റിൽ മിക്സ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു കളർ ഏതാണെന്ന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കളറ് മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മൾ കളർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കളർ വീലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ വീൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു പേപ്പറിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ വീലിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വയലറ്റ് കളറും ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡറി കളറ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ കളറാണ് ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ യെല്ലോ പ്ലസ് ബ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രീൻ കളറായിരിക്കും കിട്ടുന്നത്. ഗ്രീൻ കളറ് സെക്കൻഡറി കളറാണല്ലോ. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലറ്റിൻ്റെ ഒരു സൈഡിലോട്ട് കുറച്ച് മാത്രം ബ്ലൂ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് യെല്ലോ കളർ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ തന്നെ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കളറ് ചെയ്യുമ്പം നമുക്ക് എത്രത്തോളം യെല്ലോ ആഡ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം ബ്ലൂ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് വാട്ടർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ടർ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ഏത് പോർഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ യെല്ലോ പ്ലസ് ബ്ലൂ ആണല്ലോ ഗ്രീൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബ്ലൂവിൻ്റെയും യെല്ലോൻ്റെയും മിഡിലിൽ വരുന്ന ആ ഒരു പോർഷനിൽ വേണം നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ കളർ വീലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേഴ്സറി കളേഴ്സാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് റെഡും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് റെഡ് ഓറഞ്ചാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബ്രഷ് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രഷിൽ മറ്റു കളേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മിക്സിങ് ശരിയാവില്ല. അപ്പോൾ ബ്രഷ് നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിനി റെഡ് ഓറഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് ചെയ്തെടുത്ത ആ ഒരു പാലറ്റിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിലോട്ട് നമ്മൾ കുറച്ച് റെഡ് കളറ് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ് കളർ നമ്മുടെ പാലറ്റിലോട്ട് കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഡ് കളറും ഓറഞ്ച് കളറും കൂടി ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് യെല്ലോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ കളർ കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബ്രഷിൽ കുറച്ച് മാത്രം വാട്ടർ എടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഡ് ഓറഞ്ച് ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും മിഡിലിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു റെഡ് ഓറഞ്ച് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ റെഡും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു കളറ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും സെൻറ്ററിൽ വരുന്ന ആ ഒരു പോർഷനിൽ വേണം ഈ ഒരു കളറ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ റെഡ് ഓറഞ്ച് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് യെല്ലോ ഓറഞ്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് കളർ ഉണ്ടല്ലോ, ഞാനൊരു സൈഡിൽ മാത്രമായിരുന്നു റെഡ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിരുന്നത്. അപ്പം മറ്റേ സൈഡിൽ ഓറഞ്ച് കളർ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓറഞ്ച് കളറിലോട്ട് ഞാൻ കുറച്ചുകൂടി യെല്ലോ കളറ് ആഡ് ചെയ്യാണ്. യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ബ്രഷിലെടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു കളർ വീലിൽ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കിയതിന് ശേഷം കളർ വീലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കളർ ഏതാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും യെല്ലോ ഓറഞ്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് യെല്ലോ ഗ്രീൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബ്രഷ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ മുന്നേ ചെയ്തെടുത്ത കളറിൻ്റെ ഒരു തരി പോലും ആ ഒരു ബ്രഷിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രഷ് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ കളറിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ കളറിൽ നിന്ന് ആവശ്യത്തിന് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു യെല്ലോയിഷ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളറായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് തന്നെ കുറച്ച് വാട്ടർ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് യെല്ലോൻ്റെയും ഗ്രീൻ കളറിൻ്റെയും മിഡിലിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു യെല്ലോ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ യെല്ലോ ഗ്രീൻ കളറും ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് നമ്മൾ മുന്നേക്ക് ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഈ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്ലൂ കളർ ആഡ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ടൈപ്പ് കളറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ബ്ലൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കത് നന്നായിട്ട് ഗ്രീനുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വാട്ടറിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ കുറച്ച് വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ കളറും ആഡ് ചെയ്യുമ്പോഴും അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ കുറച്ച് ബ്ലൂവിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും ബ്ലൂ കളർ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കളർ ഇവിടെ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും മിഡിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം പുറത്തേക്കാവാണ്ട് വളരെ പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂ ഗ്രീൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രഷ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബ്രഷ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലൂ വയലറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഇവിടെ വയലറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വയലറ്റ് ഞാനിവിടെ കുറച്ച് ബ്ലൂ കളർ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബ്ലൂയിഷ് വയലറ്റ് ഷെയ്ഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആവശ്യത്തിന് ബ്ലൂവും വയലറ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബ്ലൂയിഷ് വയലറ്റ് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ബ്ലൂവിൻ്റെയും വയലറ്റിൻ്റെയും സെൻറ്ററിൽ വരുന്ന ആ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂ വയലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റെഡ് വയലറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വയലറ്റ് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തെടുത്ത കളർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് റെഡ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ റെഡ് വയലറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് റെഡും വയലറ്റും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ആഡ് ചെയ്യാം. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലും കളറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു റെഡിഷ് വയലറ്റ് കളറ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റെഡ് വയലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് നമ്മുടെ റെഡ് കളറിൻ്റെയും വയലറ്റ് കളറിൻ്റെയും മിഡിൽ പോർഷനിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്ത് പോകാണ്ട് പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അവസാനത്തെ കളറായിട്ടുള്ള റെഡ് വയലറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർ വീൽ ഇവിടെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം എത്രത്തോളം കളേഴ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു കളർ വീലിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കളേഴ്സ് മനസ്സിലാവാൻ അത് ഹെൽപ്ഫുള്ളാവും തോന്നുന്നു.
അപ്പം നിങ്ങളും എൻ്റെ കൂടെ കളർ വീൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ കളർ മിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കളർ വീൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് പഠിക്കുമ്പോഴാണല്ലോ നമുക്കതിന് കുറച്ചുകൂടിയും ക്ലാരിറ്റി വരുന്നത്. നമ്മളിപ്പോൾ ഒരു കളറ് ഫസ്റ്റ് ടൈം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു കളർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്യണം, ഇത് എത്ര എടുക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടിയും ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കളർ വീൽ ചെയ്യുന്നത് കളേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ആയി കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കളറിൻ്റെ എങ്ങനെ ചൂസ് ചെയ്യാം, ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള കളർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അതും കൂടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ടേഷറി കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 75, 25 അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളാകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു കളർ വീൽ ചെയ്തതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 4 എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും നമ്മുടെ വീഡിയോയിൽ വരുന്ന എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഇനി വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.